1980-കളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ മരണദൂതൻ. അങ്ങനെയായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതനെ ഭയന്ന് കാസർഗോട്ടിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലെയും ജനങ്ങൾക്കെല്ലാം ഉറക്കം നഷ്ടപ്പെട്ടു. അയാൾ ഒരു ജാലവിദ്യക്കാരനായിരുന്നു. പല സമയങ്ങളിൽ പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ജാലവിദ്യക്കാരൻ. ഈ കഥയിലെ ജാലവിദ്യക്കാരൻ നായകനല്ല, വില്ലനാണോ? വെറും വില്ലനല്ല, കൊടും ക്രൂരനായ വില്ലൻ. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ കൊടും ക്രിമിനൽ റിപ്പർ ചന്ദ്രൻ. മുതുകുറ്റി ചന്ദ്രൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. മലബാറിലെ ഇരുട്ടിനു പോലും ചന്ദ്രനെ ഭയമായിരുന്നു. തെളിയിക്കപ്പെട്ടിട്ടുള്ള 14 കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തു കൂട്ടിയത്. ഒരുപാട് കൊലപാതകങ്ങളിൽ മുഖ്യപ്രതിയായ റിപ്പർ ചന്ദ്രനെ പോലീസ് അവസാനം പിടികൂടി കോടതി തൂക്കിക്കൊല്ലാനും വിധിച്ചു. തൂക്കിക്കൊല്ലുന്ന അവസാന നിമിഷത്തിൽ തന്റെ ആഗ്രഹം എന്താണെന്ന് കോടതി ചന്ദ്രനോട് ചോദിച്ചപ്പോൾ തന്റെ അമ്മയെ കാണണമെന്നാണ് ചന്ദ്രൻ മറുപടി നൽകിയത്. കോടതി ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു, പിടിമുറുകി. അല്പസമയത്തിനകം അമ്മയുടെ നിലവിളി കേട്ടിട്ടാണ് പോലീസ് ഓടിയെത്തുന്നത്. മരണം വാരിപ്പുണർന്നു നിൽക്കുന്ന അവസാന നിമിഷത്തിലും സ്വന്തം അമ്മയോട് എന്തിനീ ക്രൂരകൃത്യം ചെയ്തുവെന്ന് ഒരു പോലീസുകാരൻ റിപ്പർ ചന്ദ്രനോട് ചോദിച്ചപ്പോൾ ചന്ദ്രന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ തള്ളയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന്. ചെറുപ്പത്തിലെ ഞാൻ ചെറിയ കളവുകൾ ചെയ്യുമ്പോൾ എന്നെ അതിൽ നിന്നും വിലക്കാതെ അത്തരം കളവുകൾ പ്രോത്സാഹിപ്പിച്ചത് ഇവരായിരുന്നു. കൂട്ടുകാരുടെ പുസ്തകവും പേനയുമെല്ലാം കട്ടെടുത്ത് ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്നെ അത്തരം തെറ്റുകളിൽ നിന്ന് തിരുത്താതെ അത്തരം തെറ്റുകൾ ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹനം നൽകിയത് അമ്മയായിരുന്നു. അത്തരം ചെറിയ കളവുകളാണ് എന്നെ പിന്നീട് വലിയ കളവുകളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഇന്നീ കാണുന്ന അവസ്ഥയിലേക്കും എത്തിച്ചത്. ഇതായിരുന്നു റിപ്പർ ചന്ദ്രൻ. സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് പാർപ്പിച്ചതിന് ശേഷമാണ് പോലീസുകാർ ചന്ദ്രനെ തേടി ഇറങ്ങിയത്. തല ചിന്നിച്ചിതറുമ്പോഴുള്ള നിലവിളി തന്നെ കൂടുതൽ മതോന്മത്തനാക്കുന്നുവെന്നാണ് റിപ്പർ ചന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞത്. ലണ്ടനിൽ ഒരുപാട് പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ജാക്ക് ദ റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ കൊലപാതക രീതികളോട് സാമ്യമുള്ളതുകൊണ്ടാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം കിട്ടിയത്.